കാലിന്റെ ഇടയിൽ കിലോ കണക്കിന് സ്വർണം വയ്ക്കാൻ പറ്റും? ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് നമുക്കൊരു കാര്യം ചെയ്യാം. ചില ആസൂത്രണങ്ങൾ നമുക്ക് ആവശ്യമാണ്. ധൈര്യമുള്ളവന് ജീവിക്കാനുള്ളതാണ് ആ ലോകം. ധൈര്യമൊക്കെ പകർന്നു കൊടുത്ത് രണ്ടുപേരും 2022 2023 കാലയളവിൽ സാധനം കയ്യിലാക്കി. സാധനം കയ്യിലുണ്ടോ എന്ന് ചോദിക്കേണ്ടി വന്നില്ല, ചാമാനം കയ്യിലുണ്ട്. പിന്നെ നമ്മുടെ മതത്തിനൊരു പ്രത്യേകതയുണ്ടല്ലോ. നമ്മുടെ മതം സമാധാനമാണെന്ന് പറയുമെങ്കിലും സമാധാനത്തിനല്ല പ്രാധാന്യം, സാധനത്തിനാണ്. ദുബൈയിൽ പ്രവർത്തിക്കുന്ന ചിറ്റിലപ്പള്ളി ജ്വല്ലേഴ്സിൽ നിന്നാണ് അഹമ്മദ് കബീർ വിവാഹ ആവശ്യത്തിനാണ് എന്ന് പറഞ്ഞു വാങ്ങിയ 120 ഗ്രാം സ്വർണം തിരികെ ലഭിക്കാതെ വന്നതോടുകൂടി ഇവര് റിച്ച് ഗോൾഡ് ജ്വല്ലറി ഉടമയെ വിവരമറിയിക്കും. തുടർന്ന് നടത്തിയ വിശദമായിട്ടുള്ള പരിശോധനയിലാണ് കോടികൾ വിലമതിക്കുന്ന സ്വർണം നഷ്ടപ്പെട്ട വിവരം അവർക്ക് ബോധ്യപ്പെടുന്നത്. നാട്ടിലായിരുന്ന മുഹമ്മദ് കബീറിനെ വിവാഹത്തിന് ശേഷം ദുബൈയിൽ എത്തിച്ചിട്ടാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. കോടതി വിധിക്കെതിരെ പ്രതി അപ്പീൽ നൽകുന്നു. ആദ്യ വിധി അപ്പീൽ കോടതി അംഗീകരിക്കുകയായിരുന്നു. അതേസമയം നഷ്ടപ്പെട്ട സ്വർണം തിരികെ ലഭിക്കാനുള്ള നടപടികൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. ഇന്ത്യയിലേക്ക് രക്ഷപ്പെട്ട മുഹമ്മദ് അജാസിനെതിരെ റിച്ച് ഗോൾഡ് ഉടമയായിട്ടുള്ള മുഹമ്മദ് സലീം കേരളത്തിൽ പരാതിയും നൽകിയിട്ടുണ്ട്. കാക്കാന്റെ സ്വർണം തന്നെയാണ് എടുത്തത്. മറ്റവനിലെ അൽ മുക്താദിർ എല്ലാ മുസ്ലിങ്ങളുടെ പണവും സ്വർണവും തന്നെയാണ് കൊണ്ടുപോയതെല്ലാം. ഹിന്ദുക്കൾ വന്നപ്പോഴേ പറഞ്ഞു, അതെ കാഫിറുകളുടെ ഒന്നും എനിക്ക് വേണ്ട. തട്ടിയെടുക്കുന്നതിലുമുണ്ട് കേട്ടോ അവനൊരു ഹലാലും നേരും നെറിയും ഒക്കെ. വൃത്തികേട് ചെയ്താലും വൃത്തിയായിട്ട് ചെയ്യണമെന്നില്ലേ? അതുകൊണ്ട് അവൻ ആ വൃത്തികേടും നേരും നെറിയുമോടും കൂടി തന്നെ ചെയ്തു. നമ്മുടെ കാക്കാമാര് തട്ടിച്ചും വെട്ടിച്ചും കഷ്ടപ്പെട്ട് അധ്വാനിച്ചും തായ് വഴിയായി സ്ഥാവര ജംഗമം കിട്ടിയതുമെല്ലാം പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ അൽ മുക്താദിർ കാക്ക അതെല്ലാം കൊണ്ടങ്ങോട്ട് മുങ്ങി. കോടിക്കും മേലെ കോടികളാ. എവിടെയാ പരാതി കൊടുക്കുക? അപ്പോ ഈ അജാസിനെ പിടികൂടാൻ കോടതിയുടെ സഹായത്തോടു കൂടി തന്നെ ഇന്റർപോളിനെ സമീപിക്കാനാണ് മുഹമ്മദ് സലീം എന്ന ഗോൾഡ് ജ്വല്ലറി ഉടമയുടെ തീരുമാനം. മൊത്ത വ്യാപാര സ്ഥാപനം, അതായത് ഹോൾസെയിൽ സ്ഥാപനത്തിൽ 7-8 ജീവനക്കാരെ ഉണ്ടായിരുന്നു. അങ്ങനെ മുഴുവൻ പേരെയും പിരിച്ചുവിട്ടിട്ട് സ്ഥാപനം പൂട്ടിയിട്ടിരിക്കുവാണ്. നമ്മൾ ആരാണെന്നാ നിങ്ങൾ വിചാരിച്ചത്? നമ്മളിൽ ഒരാളു വിചാരിച്ചാൽ മതി വലിയ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ പറ്റും. ജയകുമാർ ആദ്യം മതമാണോ മതമാണോ എന്ന് എഴുതി പഠിച്ചിട്ട് വച്ചല്ല. നിന്നെ പോലെയുള്ള ഫേക്ക് കോളികളെയൊക്കെ വലിച്ചു കീറലാണ് ഇന്നു മുതൽ എന്റെ പുതിയ ഉദ്ദേശം. ചെല്ലടാ പോ. അപ്പോ ഇപ്പോ സെന്റ് റീത്താസ് പബ്ലിക് സ്കൂൾ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ഒരു കൊച്ചാണ് വിചാരിച്ചത് എന്ത്? എനിക്ക് തട്ടം വേണം, എനിക്ക് മുഖം മറയ്ക്കണം. 13കാരി കൊച്ചിന് വീട്ടിലിരുന്നാ പോരെ? ഇങ്ങനെ കഷ്ടപ്പെട്ട് സ്കൂളിൽ വരേണ്ട വല്ല കാര്യവുമുണ്ടോ? ആ സ്കൂളിലെ മുഴുവൻ കുട്ടികളുടെ വിദ്യാഭ്യാസവും തകരാറിലാക്കി സ്കൂള് പൂട്ടിയിടുന്നതിലേക്ക് എത്തിക്കാൻ ഒരു കൊച്ചു വിചാരിച്ചപ്പോ കഴിഞ്ഞില്ലേ? ആ ജുവലറിയില് മര്യാദയ്ക്ക് ജോലി ചെയ്തിരുന്ന ആളുകളുടെ ജോലിയും കളഞ്ഞ് കിലോ കണക്കിന് സ്വർണവും തട്ടിയെടുത്ത് സുഖസുന്ദരമായി നാട്ടിൽ വന്ന് പെണ്ണും പിള്ളയും കുട്ടികളുമൊക്കെ ആയിട്ട് സന്തോഷത്തോടുകൂടി ജീവിക്കാമെന്നാണ് കാക്ക വിചാരിച്ചത്. നടന്നില്ല കേട്ടോ. നടന്നില്ലെന്ന് മാത്രമല്ല, കാക്കായ്ക്കും കുടുംബത്തിനും വരെ ഇന്റർപോളിന്റെ സഹായം വേണം ഇനി ഇവിടെ മര്യാദയ്ക്ക് മുന്നോട്ട് പോകണമെങ്കിൽ. നമ്മള് നാട്ടില് ഒരു ചൊല്ലില്ലേ, നടുക്കടലിൽ പോയാലും നായ നക്കിയേ കുടിക്കൂന്ന് എന്ന് പറയുന്നത് പോലെ നമ്മളിനിയും ജർമ്മനിയിൽ പോയാലും ഇറ്റലിയിൽ പോയാലും ഇറാനിൽ പോയാലും സൗദിയിൽ പോയാലും നമ്മൾ നമ്മുടെ സ്വതസിദ്ധമായിട്ടുള്ള ആ മുറിയൻ സ്വഭാവമുണ്ടല്ലോ, അത് കാണിക്കുക തന്നെ ചെയ്യും. അത് കാണിക്കാതെ രക്ഷയില്ല. അത് കാണിച്ചിട്ടില്ലെങ്കിൽ പിന്നെ നമ്മൾ എങ്ങനെ നമ്മളാകും? അത് തന്നെയല്ലേ ഇന്ന്
മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളൊക്കെ ഇവരെ വലിച്ചു കയറ്റിയിട്ട് ഇന്ന് അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പ്രത്യാഘാതം കണ്ടില്ലേ? ഏ ഒരു രക്ഷയുമില്ലാത്ത വിധം അവരെയൊക്കെ വരിഞ്ഞു മുറുക്കിയില്ലേ ഇവരെ? അയ്യോ പാവം. അവർക്കും ഈ സമൂഹത്തിൽ ജീവിക്കണം. അവർക്കും ഈ ലോകത്ത് നമ്മളെ പോലെ തന്നെ സ്വാതന്ത്ര്യം അനുഭവിച്ച് ജീവിക്കാൻ കഴിയണമെന്ന് പറഞ്ഞ് ഇവര് വല്ലാത്ത സങ്കടമല്ലേ ഇവർക്ക്? ശരി, വലിച്ചു കയറ്റി കഴിഞ്ഞപ്പോൾ പൊതുനിരത്തിൽ ഏ മുസല്ല ഇട്ടിട്ട് അവര് നമസ്കരിക്കാൻ തുടങ്ങി. പൊതുനിരത്തില് രക്ഷയില്ല. പിന്നീട് ഇവരുടെയൊക്കെ ചർച്ചുകളിൽ കയറിയിട്ട് ബിസ്മില്ലാഹി റഹ്മാൻ റഹീമും ലാ ഇലാഹ ഇല്ലല്ലായും അല്ലാഹു അക്ബർ എന്നുമൊക്കെ എഴുതി വെച്ചിട്ട് ഇവരുടെ കുർബാനയൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്തെ അവര് വന്നിട്ട് മുസല്ല ഇട്ടിട്ട് നിസ്കരിക്കാൻ തുടങ്ങി. ദാണ്ട കിടക്കുന്നു. നിങ്ങൾ ഇവരെ മനുഷ്യന്മാരെ പോലെയാണ് ധരിച്ചതെങ്കിൽ ഇവർക്ക് മനുഷ്യാവകാശം വേണമെന്നാണ് നിങ്ങൾ വിചാരിച്ചതെങ്കിൽ അവര് വിചാരിച്ചത് വേറെയാ. അവർക്ക് ഈ ലോകം മുഴുവനും ഇസ്ലാമിന്റെ കാൽ കീഴിൽ കൊണ്ടുവരണമെന്നായിരുന്നു അവരുടെ ആഗ്രഹം. മനസ്സിലായില്ലേ? ഇവിടെയും ഇത് തന്നെയാണ് സംഭവിച്ചത്. നമ്മുടെ കേരളത്തില് ഇവര് കയറി വന്നു. ആദ്യമായിട്ട് ചേരമാൻ ജുമാ മസ്ജിദ് ഒക്കെ നിർമ്മിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ കേട്ടിട്ടില്ലേ? മുള്ളൂർക്കര മുഹമ്മദ് അലി സഖാഫി ഒക്കെ പറയുന്നത് നിങ്ങൾ കേട്ടിട്ടില്ലേ? കാളി ക്ഷേത്രത്തിന്റെ കട്ടളയും പിന്നെ ഓടും കഴുക്കോലും ഒക്കെ ഇവർക്ക് കൊടുത്തിട്ട് ഇവർക്ക് ക്ഷേത്രങ്ങൾ ഉണ്ടാക്കാനൊക്കെയുള്ള സൗകര്യം കൊടുത്തു കഴിഞ്ഞപ്പോൾ എന്നാ പിന്നെ നിങ്ങളുടെ ക്ഷേത്രങ്ങൾ കൂടി ഞങ്ങൾക്ക് ഇങ്ങ് തന്നേക്കുന്നു. ഏറ്റവും ഒടുവില് സുപ്രഭാതം വേണ്ട കേട്ടോ, സുപ്രഭാതം അങ്ങോട്ട് നിർത്തിക്കോ, അത് കേൾക്കുമ്പോൾ ഞങ്ങൾക്ക് വല്ലാത്ത ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ട്. ഈ സുപ്രഭാതം ഇവിടെ മുമ്പേ ഉണ്ട്, പുതിയതായിട്ട് വന്നത് ബാങ്ക് വിളിയാ. അതുകൊണ്ട് ആ സുപ്രഭാതം വിളിക്കുന്ന സ്ഥലത്തുകൂടി ഞങ്ങൾക്ക് ബാങ്ക് വിളിക്കാൻ കഴിയണമെന്ന്. അങ്ങനെ ക്ഷേത്രങ്ങൾ കൂടി ഒന്ന് പിടിച്ചെടുക്കാനുള്ള തത്രപ്പാടിലാണ് ഇവര്. കാരണമുണ്ട്. ലോകം മുഴുവനും ഇസ്ലാമിന്റെ കാൽ കീഴിലാക്കുക എന്നത് ഏറ്റവും വലിയ ഇവരുടെ അള്ളാഹു ഇവരെ ഏൽപ്പിച്ച ബാധ്യതയാണ്. ആ കൽപ്പന നിറവേറ്റാതെ പറ്റുമോ? അത് നിറവേറ്റാൻ 100% ഇവര് ബാധ്യസ്ഥരുമാണ്. ഇപ്പൊ കണ്ടില്ലേ, ഇലക്ഷൻ കഴിഞ്ഞു, മലപ്പുറത്ത് കത്തിയത് എത്രയും ഖുർആൻ. എന്തേ? ഖുർആൻ ഇപ്പോൾ മലപ്പുറംകാര് വായിക്കേണ്ടത് ഓടയിൽ നിന്നിട്ടാണ്. സൗദി അറേബ്യയിലുള്ളവരും ഓടയിൽ നിന്ന് ഖുർആൻ വായിക്കുന്നു. ഇവര് ജയിച്ചു കഴിഞ്ഞപ്പോൾ ഉള്ള സന്തോഷത്തിലെ കുറെ പടക്കം വാങ്ങിച്ചിട്ട് അങ്ങോട്ട് പൊട്ടിച്ചു. പടക്കം പൊട്ടിച്ചു കഴിഞ്ഞപ്പോ രക്ഷയില്ല. നോക്കുമ്പോൾ ചിതറിക്കിടക്കുന്നത് അത്രയും നമ്മളുടെ ചങ്കായിട്ടുള്ള ഖുർആനിന്റെ പേജുകൾ. എന്തോ ചെയ്യും? ഖുർആനിന്റെ പേജുകളാണ് എവിടെയും ചിന്നിച്ചിതറി കിടക്കുന്നത്. അങ്ങനത്തെ ഒരു സാഹചര്യം വന്നപ്പോ ഇവര് ചിന്തിച്ചു, ഇതെന്താണ് ഈ ഖുർആനിന് പറ്റിയത്? ആരാണ് ഈ ഖുർആനിന്റെ പേജുകൾ കത്തിച്ചത്? കാക്കാ, നമ്മുടെ കൈ കൊണ്ട് നമ്മൾ തന്നെയാണ് കാക്ക ഈ ഖുർആൻ കത്തിച്ചത്. കാരണം എന്താണെന്നറിയോ? നമ്മൾ വാങ്ങിച്ച് പൊട്ടിച്ച പടക്കമാ നമുക്ക് പണിത്. അവനവൻ കുരുക്കുന്ന കുരുക്കഴിച്ചെടുക്കുമ്പോൾ ഗുലുമാലെന്ന് കേട്ടിട്ടുണ്ടോ? ഒരു മതരോഗിയായ ഒരു കൊടും ഭീകരൻ ഉണ്ടല്ലോ, മുഹമ്മദ് മുസ്തഫ. ഇവന് ബൈബിള് കത്തിച്ചപ്പോൾ ഇവര് ഭയങ്കരമായിട്ട് അവനെ അങ്ങോട്ട് പ്രോത്സാഹിപ്പിച്ചു. ഇവരത് കൊട്ടിഘോഷിച്ചു. പിന്നീട് എന്ത് സംഭവിച്ചു മനസ്സിലായോ?
നിങ്ങൾക്ക് ഖുർആനിന്റെ പേജുകൾ കത്തിക്കരിഞ്ഞു കിടന്നപ്പോൾ ബാക്കിയെടുത്ത് ഓടയിൽ എറിയുകയും ചെയ്തപ്പോൾ നിങ്ങൾക്കുണ്ടായ അതേ വേദന തന്നെ ആയിരിക്കില്ലേടാ മറ്റൊരു മതവിശ്വാസികൾക്കും ഉണ്ടാകുന്നത്? അതെന്താ? നിങ്ങൾക്ക് മാത്രം എന്തെങ്കിലും പ്രത്യേകതകളുണ്ടോ? നിങ്ങൾക്ക് മാത്രം നിങ്ങളുടെ ഭക്തികൾ മാത്രം, നിങ്ങളുടെ വിശ്വാസങ്ങൾ, നിങ്ങളുടെ മതവികാരങ്ങൾ മാത്രം ഈ കേരളത്തിൽ, ഈ സ്വതന്ത്ര ഭാരതത്തിൽ സംരക്ഷിക്കപ്പെടണമെന്നുണ്ടോ? അതങ്ങ് പറഞ്ഞാൽ മതി. എന്നിട്ട് ഇവന്മാര് പല ഉഡായിപ്പുകളും കാണിച്ച് മതം പറഞ്ഞ് ഇവര് ജയിച്ച ആളുകളൊക്കെ എന്താ ചെയ്തത്? സത്യപ്രതിജ്ഞ ചെയ്യണം. 15-ാം വാർഡിലെ അബ്ദുൾ റഷീദ് കുന്നിക്കൽ എന്ന വ്യക്തി, 23-ാം വാർഡിലെ നൌഷാദ് അഹമ്മദ് എന്ന വ്യക്തി, ഇവർക്കെതിരെ ഇപ്പോൾ കേരള കോൺഗ്രസ് എം നേതാവ് RHS അബ്ദുസലീം സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകുവാണ്. ഇവർക്കിടയിൽ നിന്ന് തന്നെ ജനാധിപത്യ ബോധമുള്ള യുവാക്കൾ പ്രതികരിക്കുന്നു. ഗുരുവായൂർ നഗരസഭയിലെ അള്ളാഹുവിന്റെ പേരിൽ സത്യപ്രതിജ്ഞ ചെയ്ത 2 മുസ്ലിം കൗൺസിലർമാരെ അയോഗ്യരാക്കണമെന്നാവശ്യപ്പെട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകുവാണ്. മുമ്പ് അമേരിക്കയിലെ സിറിയയിൽ നിന്ന് അഭയാർത്ഥികളായി വന്നതിൽ ഒരു പെണ്ണ്, ആമിന, ഈ പെണ്ണ് LLB ഗ്രാജുവേറ്റ് എടുത്തു. സത്യപ്രതിജ്ഞ ചെയ്യണം. അപ്പോ ഖുർആൻ എടുത്തിട്ടാണ് സത്യപ്രതിജ്ഞ ചെയ്യുന്നത്. വലിയ ട്രോളുകൾ ഉണ്ടായിരുന്നു. ഞാൻ ആ സത്യപ്രതിജ്ഞ മൊത്തം ടെലികാസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ഈ ഗ്രന്ഥം കാരണം പിറന്ന നാട്ടിൽ നിന്ന് പ്രാണരക്ഷാർത്ഥം പലായനം ചെയ്തു വന്നപ്പോഴും ഇവരുടെ കയ്യിലുള്ളതും തലയിലുള്ളതും ഇടുപ്പിലുള്ളതും ഈ പോത്തകമാണ്. പിന്നെ എങ്ങനെ ഇവർ ഗതി പിടിക്കുക? പിന്നെ എങ്ങനെയാ ഇവർക്ക് രക്ഷയുണ്ടാവുക? എന്നിട്ട് ഈ കിതാബിൽ പറഞ്ഞിരിക്കുന്നത് പ്രകാരം ഇസ്ലാമിക രാജ്യം സ്ഥാപിതമായപ്പോഴാണ് ഇവളൊക്കെ അഭയാർത്ഥികളായി ഈ കാഫിറുകളുടെ രാജ്യത്ത് വരാനും അപ്പിക്കുപ്പായമിടാതെ മിക്സ്ഡ് ആയിട്ടുള്ള സ്കൂളിലും കോളേജുകളിലും ഒക്കെ പോയി പഠിക്കാനും ഏറ്റവും ഒടുവിൽ ഒരു നേതൃസ്ഥാനത്ത്, ഒരു റെപ്യൂട്ടഡ് സ്റ്റേജിൽ എത്താനും ഒക്കെ കഴിഞ്ഞത് 6-ാം നൂറ്റാണ്ടിലെ പോത്തകം വലിച്ചെറിഞ്ഞതുകൊണ്ടാണ്. ഇതൊക്കെ എറിഞ്ഞിട്ട് അവൾ അവിടെ എത്തിക്കഴിഞ്ഞപ്പോഴും അതാണ് എടുത്ത് ഇടുപ്പിൽ വെക്കുന്നത്. ഇന്ന് സിറിയയിലൊക്കെ അരങ്ങേറുന്ന ഇസ്ലാമിക നിയമം എന്താണെന്ന് കണ്ടില്ലേ? അപ്പോ ഇവരെ ജയിച്ചു കഴിഞ്ഞു. തെരഞ്ഞെടുപ്പില് ജയിച്ചു കഴിഞ്ഞപ്പോൾ ഇവർക്ക് ഇന്ത്യൻ ഭരണഘടനയൊന്നും പറ്റില്ല. ഇവർക്ക് ഖുർആനിനെയാണല്ലോ ഭരണഘടനയാക്കി വേണ്ടത്. അപ്പോ ഖുർആൻ വെച്ചിട്ട് ഇവർക്ക് സത്യപ്രതിജ്ഞ ചെയ്യണം. 15-ാം വാർഡിലെ അബ്ദുൾ റഷീദ് കുന്നിക്കൽ, 23-ാം വാർഡിലെ നൌഷാദ് അഹമ്മദ് എന്നാണെന്ന് തോന്നുന്നു. അപ്പോ ഈ 2 പേർക്കുമെതിരെ എന്തായിരുന്നാലും ഒരു കോൺഗ്രസ് എമ്മിന്റെ നേതാവ് RH അബ്ദുൽ സലീം അദ്ദേഹം ഈ കാര്യം ശ്രദ്ധയിൽപ്പെടുന്നു, മറ്റുള്ളവരുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നു. തെരഞ്ഞെടുപ്പ് കമ്മീഷണർക്ക് പരാതി നൽകുന്നു. സത്യപ്രതിജ്ഞാ നിയമത്തിൽ നിർദ്ദേശിച്ചിട്ടുള്ള മാതൃകയിൽ നിർദ്ദിഷ്ടമായിട്ടുള്ള സത്യവാചകം ചൊല്ലി അവസാനിപ്പിക്കുമ്പോൾ കൗൺസിലർമാർ ദൃഢപ്രതിജ്ഞ ചെയ്യുന്നു എന്നോ ഈശ്വര നാമത്തിൽ അല്ലെങ്കിൽ ദൈവനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യണമെന്നോ ആണ് നിയമം അനുശാസിക്കുന്നത് എന്ന് പരാതിയിൽ പറയുന്നു. ഇത് ലംഘിച്ച് അള്ളാഹുവിന്റെ പേരിലാണ് ഇവര് 2 പേരും സത്യപ്രതിജ്ഞ ചെയ്തത്. മുസ്ലിങ്ങളുടെ വോട്ട് മാത്രം വാങ്ങിച്ചാണോ ഇവരൊക്കെ ജയിച്ചത്? ഹർജി തീർപ്പാക്കുന്നതുവരെ 2 പേരെയും കൗൺസിൽ യോഗങ്ങളിൽ നിന്ന് മാറ്റി നിർത്താൻ നഗരസഭാ സെക്രട്ടറിക്ക് നിർദ്ദേശം നൽകണമെന്നും പരാതിയിൽ പറയുന്നുണ്ട്. ഇവര് അധികാരത്തിൽ വന്നപ്പോൾ കണ്ടില്ലേ ഇവരുടെ രീതി? അപ്പോൾ ഇവർ ഭൂരിപക്ഷമായാൽ എന്തായിരിക്കും നമ്മുടെ രാജ്യത്ത് സംഭവിക്കുന്നത് എന്ന് നിങ്ങൾക്ക് ഊഹിക്കാൻ പറ്റില്ലെങ്കിലും എനിക്കത് മനസ്സിലാകുന്നുണ്ട്.
അതിൻ്റെ ആകുലതയാണ് ജീവൻ പണയം വെച്ച് ജീവിതം ത്യജിച്ച് നിങ്ങളോട് തുറന്നു പറയുന്നത്. എപ്പോഴും പറയുന്നത് പോലെ തന്നെ പറയുന്നു, നിങ്ങളോട് ഇത് തുറന്നു പറയുന്നതിൻ്റെ പേരിൽ ഞാനൊക്കെ അനുഭവിക്കുന്ന ത്യാഗങ്ങൾ എത്രയാണെന്ന് നിങ്ങൾക്കറിയാമോ? ഞാനും എൻ്റെ കുടുംബവും അനുഭവിക്കുന്ന സാക്രിഫൈസ് എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? നിങ്ങൾക്കത് മനസ്സിലാകത്തില്ല. നിങ്ങൾ ഇവന്മാരുടെയൊക്കെ പോസ്റ്റിൻ്റെ താഴെ പോയിട്ട് ജനാധിപത്യപരമായിട്ടൊരു കമൻസ് ഇട്ട് നോക്കിയേ. ഒരു കമൻ്റ് ഇട്ടാൽ മതി. ആ കമൻ്റ് ഇട്ട നിങ്ങളെ ഇവർ തേടി പിടിച്ച് ഭീഷണിപ്പെടുത്തും. അപ്പോൾ ഞങ്ങളൊക്കെ അനുഭവിക്കുന്ന പ്രതിസന്ധികൾ നിങ്ങളെ കൊണ്ട് ചിന്തിക്കാൻ പോലും കഴിയില്ല. അത് വ്യക്തമായിട്ട് അറിയുന്ന ഒരാളെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. ഇവര് ന്യൂനപക്ഷമായാലും ഭൂരിപക്ഷമായാലും ഒരു രാജ്യത്തെത്തിക്കഴിഞ്ഞാൽ ഇവരുടെ അജണ്ടകൾ എങ്ങനെയാണ് പുറത്തെടുക്കുന്നതെന്നും ഇസ്ലാം മത രാജ്യമാക്കിയ ആ പ്രദേശത്തെ ഇവര് കാലുകുത്തിയ രാജ്യത്തെ മാറ്റാൻ ഇവരെന്തൊക്കെയാണ് ചെയ്യുന്നതെന്നും ഒന്നാലോചിച്ചാൽ മതി. നമ്മുടെ റിട്ടയർഡ് DGP സെൻകുമാർ സ്വതന്ത്രമാകുമ്പോൾ 28 ഇന്ന് ഞാൻ ബംഗ്ലാദേശിലെ ഹിന്ദുക്കളെ കുറിച്ചാണ് സംസാരിക്കുന്നത്. ഇന്ത്യ സ്വതന്ത്രമാകുമ്പോൾ 28% ഹിന്ദുക്കളാണ് ബംഗ്ലാദേശിൽ ഉണ്ടായിരുന്നത്. അവിടെ ഹിന്ദുക്കൾക്ക് കിട്ടിയ സംരക്ഷണം മൂലം അവർ വളർന്ന് ഇപ്പോൾ 7% എത്തിയിരിക്കുകയാണ്. അതേസമയം ഇന്ത്യയിലുണ്ടായിരുന്ന 3 കോടി മൈനോറിറ്റികൾ, മുസ്ലിം മൈനോറിറ്റികൾ 22 കോടിയിൽ എത്തിയിരിക്കുകയാണ്. പക്ഷേ ഇന്ത്യയിൽ മുസ്ലിം പീഡനം നടക്കുന്നു എന്നാണ് അടുപ്പുകൂട്ടി ചാനലുകാരുടെ എല്ലാം എല്ലാ ദിവസത്തെയും വിഷമങ്ങൾ. ഒന്ന് നോക്കണേ, എത്രമാത്രം ദുരിതങ്ങളാണ് ബംഗ്ലാദേശിലെ ഹിന്ദുക്കൾ അനുഭവിക്കുന്നതെന്ന്. അവിടെ 1971 മുജീബുർ റഹ്മാൻ പാകിസ്ഥാൻ ഇലക്ഷനിൽ വിജയിയായി വന്നപ്പോൾ പശ്ചിമ പാകിസ്ഥാൻ അദ്ദേഹത്തെ ഇല്ലാതാക്കാൻ ശ്രമിച്ചു. അതിന്റെ പേരിൽ ബംഗ്ലാദേശിൽ പട്ടാളം വളരെയധികം അക്രമങ്ങൾ നടത്തി. അതിന്റെ പ്രധാന ഇരകളും ഹിന്ദു സ്ത്രീകളും ഹിന്ദുക്കളുമായിരുന്നു. 4 ലക്ഷത്തിലധികം ഹിന്ദു സ്ത്രീകളെയാണ് അന്ന് എല്ലാ കാലത്തും ഏതൊരു രാജ്യത്തും എന്ത് രൂപത്തിലുള്ള പ്രശ്നങ്ങൾ അരങ്ങേറിയാലും ഇവർ ലക്ഷ്യം വെക്കുന്നത് ആദ്യം അവിടുത്തെ മൈനോറിറ്റീസിനെ ആയിരിക്കും. പട്ടാളക്കാർ ബലാത്സംഗം ചെയ്തത് 30 ലക്ഷത്തോളം പേരെ കൊന്നൊടുക്കി. അവസാനം ഇന്ത്യൻ സൈന്യം ഇടപെടേണ്ടി വന്നു. 93 ഇലക്ഷനിൽ വിജയിയായി വന്നപ്പോൾ പശ്ചിമ പാകിസ്ഥാൻ അദ്ദേഹത്തെ ഇല്ലാതാക്കാൻ ശ്രമിച്ചു. അതിന്റെ പേരിൽ ബംഗ്ലാദേശിൽ പട്ടാളം വളരെയധികം അക്രമങ്ങൾ നടത്തി. അതിന്റെ പ്രധാന ഇരകളും ഹിന്ദു സ്ത്രീകളും ഹിന്ദുക്കളുമായിരുന്നു. 4 ലക്ഷത്തിലധികം ഹിന്ദു സ്ത്രീകളെയാണ് അന്ന് പാക് പട്ടാളക്കാർ ബലാത്സംഗം ചെയ്തത്. 30 ലക്ഷത്തോളം പേരെ കൊന്നൊടുക്കി. അവസാനം ഇന്ത്യൻ സൈന്യം ഇടപെടേണ്ടി വന്നു. 93,000 പാക് പട്ടാളക്കാരെ കീഴടങ്ങാൻ നിർബന്ധിതരാക്കി 1971 യുദ്ധം തീർന്നു. അതിനുശേഷം ബംഗ്ലാദേശ് ഉണ്ടായി. ആ ബംഗ്ലാദേശിൽ ഷെയ്ഖ് മുജിബുർ റഹ്മാൻ രാഷ്ട്രപിതാവായി. അതോടൊപ്പം അദ്ദേഹം ഭരണം തുടങ്ങി. പക്ഷേ 1975 ഒരു പട്ടാള വിപ്ലവത്തിലൂടെ മുജിബുർ റഹ്മാനെ സ്ഥാനഭ്രഷ്ടനാക്കുക മാത്രമല്ല, അദ്ദേഹത്തെയും കുടുംബാംഗങ്ങളെയും നിഷ്കരുണം വധിക്കുകയാണ് ഉണ്ടായത്. അദ്ദേഹത്തിന്റെ മകൾ ഷെയ്ഖ് ഹസീന മാത്രമാണ് രക്ഷപ്പെട്ടത്. അതിനുശേഷം സിയാവുർ റഹ്മാന്റെ നേതൃത്വത്തിൽ പട്ടാള ഭരണമുണ്ടായി. പക്ഷേ വീണ്ടും ബംഗ്ലാദേശ് ജനാധിപത്യത്തിലേക്ക് വരികയും ഷെയ്ഖ് ഹസീന പലതവണ പ്രധാനമന്ത്രി ആകുകയും ചെയ്തു. എന്നാൽ ഷെയ്ഖ് ഹസീന പ്രധാനമന്ത്രി ആകുന്ന സമയങ്ങളിൽ ഒഴികെ അവിടെ ഹിന്ദുക്കൾക്ക് നേരെ ആക്രമണം നടത്താൻ രാജ്യത്തിന്റെ ഭരണാധികാരികളുടെ തന്നെ സഹായമുണ്ടായിരുന്നു. അങ്ങനെ നിരവധി ആക്രമണങ്ങൾ നേരിട്ടാണ് അവിടെയുള്ള ഹിന്ദുക്കൾ വസിക്കുന്നത്. ഇതിനെപ്പറ്റിയൊന്നും ഒരാൾക്കും ഒരു വിഷമവുമില്ല. അവിടുത്തെ ഹിന്ദുക്കൾ ബലിമൃഗങ്ങളാണ്. ആ ബലിമൃഗങ്ങളെ പറ്റി കേരള നിയമസഭയോ അതല്ലെങ്കിൽ കേരളത്തിലെ LDFോ UDFോ അതല്ലെങ്കിൽ ഇവിടെ ഹമാസിന് വേണ്ടി പ്രവർത്തിക്കുന്നവരോ ലോകത്തെവിടെയും ഏതെങ്കിലും മുസ്ലിമിന് നേരെ ആക്രമണം ഉണ്ടായാൽ അതേപ്പറ്റി ഘോരഘോരം പ്രസംഗിക്കുന്നവരോ വിലാപയാത്രകൾ നടത്തുന്നവരോ ഒന്നും ചെയ്യാറില്ല. ഇപ്പോൾ ദീപു ചന്ദ്രദാസ് എന്ന വളരെ ചെറുപ്പക്കാരനായ ഒരു ഹിന്ദുവിനെ അടിച്ച് കെട്ടിത്തൂക്കി പച്ചയ്ക്ക് തീയിട്ട് കൊന്നിരിക്കുന്നു. ഇത് തന്നെയാണ് കാഞ്ഞക്കാടും പറഞ്ഞത്. അടിച്ച് കെട്ടിത്തൂക്കി അമ്പലനടയിൽ കത്തിക്കുമെന്ന് പറഞ്ഞത്. അതേപോലെ തന്നെ പച്ചയ്ക്ക് കത്തിക്കുകയായിരുന്നു. ആ സംഭവത്തെ അവിടെയുള്ള അന്വേഷണ സംഘം കണ്ടെത്തിയിരിക്കുന്നത് ദീപു ചന്ദ്രദാസ് യാതൊരു കുറ്റവും ചെയ്തിട്ടില്ല എന്നതാണ്. എന്താണ് ആരോപിക്കപ്പെടുന്ന കുറ്റം? മറ്റുള്ളവർ ദൈവത്തെ കുറിച്ച് പറഞ്ഞപ്പോൾ ദീപു ചന്ദ്രദാസ് പറഞ്ഞു, എല്ലാ മതങ്ങൾക്കും അവരുടേതായ ദൈവം ഉണ്ട് എന്ന്. ഇത് ബ്ലാസ്ഫമിയാണ് എന്ന് പറഞ്ഞാണ് അദ്ദേഹത്തെ ആക്രമിക്കുകയും ജീവനോടെ ചുട്ടരിക്കുകയും ചെയ്തത്. ഇതിന് മുമ്പായി ഇന്ത്യയുടെ 7 സംസ്ഥാനങ്ങൾ, ബംഗാൾ അടക്കം 8 സംസ്ഥാനങ്ങളുണ്ടാകും. ആ സംസ്ഥാനങ്ങൾ ബംഗ്ലാദേശ് പിടിച്ചടക്കും എന്ന് പ്രഖ്യാപിച്ച ഉസ്മാൻ ഹാദി എന്ന് പറയുന്ന ഒരു തീവ്രവാദി നേതാവിനെ
ആരോ വെടിവെച്ചു, അയാൾ സിംഗപ്പൂരിൽ ചികിത്സയിലിരിക്കെ മരിക്കുകയും ചെയ്തു. അതിന്റെ പേരിൽ വീണ്ടും പ്രക്ഷോഭം തുടങ്ങിയ സമയത്താണ് ദീപു ചന്ദ്രദാസിനെ ഇത്രയും മൃഗീയമായി കൊലപ്പെടുത്തിയത്. അതിനെതിരെ കാര്യമായ നടപടികളൊന്നുമില്ല. ആരോരോ പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്ന് മാത്രം. പ്രതിഷേധങ്ങൾ എങ്ങുമില്ല. അപ്പോൾ നമ്മൾ കാണേണ്ടത് ഇന്ത്യയിലെ ബഹുഭൂരിപക്ഷം വരുന്ന ഹിന്ദു ജനതയ്ക്ക് പാകിസ്ഥാനിലും അതുപോലെ ബംഗ്ലാദേശിലും ഉണ്ടാകുന്ന നിഷ്ഠൂരമായ പീഡനങ്ങളെ കുറിച്ചാണ്. അതേക്കുറിച്ച് മിണ്ടാൻ പാടില്ല. അത് മതേതരത്വം തകർക്കും. അതേസമയം ഈ ഇന്ത്യയിൽ ഭൂരിപക്ഷം ഹിന്ദുക്കൾ ഉണ്ട് എന്ന് പറയുന്ന ഇന്ത്യയിൽ തിരുപ്പുറം മണ്ഡലത്തിലായാലും അതുപോലുള്ള സ്ഥലങ്ങളിലായാലും സ്വന്തം അവകാശം നിലനിർത്താൻ എത്ര പോരടിക്കേണ്ടി വരുന്നു? ഇതാണോ മറ്റു രാജ്യങ്ങളിലെ അവസ്ഥ? ഇതിലും എത്രയോ നല്ല രീതിയിൽ ഇന്തോനേഷ്യയിൽ അവകാശങ്ങൾ കൊടുക്കുന്നുണ്ട്. നമ്മൾ എവിടെയാണ് തെറ്റിപ്പോയത്? നമ്മൾക്ക് തെറ്റിപ്പോയത് അശോകൻ ചന്ദ്രഗുപ്ത മൗര്യന് ശേഷം ബിന്ദുസാരനും അതിനുശേഷം അശോക ചക്രവർത്തി ഉണ്ടായപ്പോൾ അശോക ചക്രവർത്തി ബുദ്ധമതം സ്വീകരിക്കുകയും കലിംഗ യുദ്ധത്തിന് ശേഷം തികച്ചും അഹിംസ മാത്രം മതി എന്നുള്ളൊരു രീതിയിൽ മതപ്രചരണം നടത്തുകയും ഹിന്ദുവിനെ തൂത്തെറിയുകയും ചെയ്തു. അദ്ദേഹം വാസ്തവത്തിൽ പിന്തുടരേണ്ടിയിരുന്നത് ചാണക്യനെയാണ്. അദ്ദേഹത്തിന്റെ മുത്തച്ഛനെ ചക്രവർത്തിയാക്കിയ ആ മഹാരഥനെ. അതുകൂടാതെ ആ മൂശയിൽ വാർക്കപ്പെട്ട പല ഹിന്ദു രാജ്യങ്ങളും പിന്നീട് വിദേശ ആക്രമണത്തിന് വിധേയരായപ്പോഴെല്ലാം അത് പരാജയപ്പെടുന്നതിനുള്ള ഒരു പ്രധാന കാരണം ബുദ്ധിസം കൂടുതലായി പഠിച്ചതുകൊണ്ടാണ്. അത് ഇപ്പോൾ മാറിയിരിക്കുന്നത് ബർമയിലും മറ്റുമാണ് നമ്മൾക്ക് അറിയാം. അല്ലെങ്കിൽ എല്ലാം സ്വീകരിക്കുന്ന സ്വഭാവമാണ്. അതുപോലെ കുറെ മഹാത്മാക്കൾ ഇന്ത്യയിലും ഉണ്ടായിരുന്നു. നിങ്ങളെ കൊന്നാൽ നിങ്ങൾ അത് സന്തോഷത്തോടെ സ്വീകരിക്കണം. നിങ്ങൾ മുഴുവൻ കൊല്ലപ്പെട്ടാലും ഒരു ഇസ്ലാമിക് രാജ്യം സ്ഥാപിക്കപ്പെട്ടാലും നിങ്ങൾ അത് സന്തോഷത്തോടെ സ്വീകരിക്കണം എന്നൊക്കെ പറഞ്ഞവരുണ്ടായിരുന്നു. നമ്മൾ ഇപ്പോഴും അതിന്റെ ഛായയിലാണ് ജീവിക്കുന്നത്. നമ്മൾ സ്വീകരിക്കേണ്ടത് ശ്രീകൃഷ്ണന്റെയും കൗടില്യന്റെയും അതുപോലെ സുഭാഷ് ചന്ദ്രബോസിന്റെയും വിവേകാനന്ദന്റെയും വഴികളാണ്. നമ്മൾ അംബേദ്കർ പറഞ്ഞത് തീർച്ചയായിട്ടും ഓർക്കുക. അതുകൊണ്ട് സനാതനധർമ്മം നിലനിൽക്കണമെങ്കിൽ, അതുപോലെ ഇന്ത്യയിലും ബംഗ്ലാദേശുകൾ ആവർത്തിക്കാതിരിക്കണമെങ്കിൽ അവിടെ ഉള്ള തീവ്രവാദം പോലെ തന്നെ ഇവിടെയും വളരുന്നുണ്ട് എന്നുള്ള കാര്യം ഓർക്കുക. ഇത് 3-4 വയസ്സ് മുതൽ 17-18 വയസ്സ് വരെ സ്വർഗം കാട്ടിയുള്ള പ്രീണനത്തിൽ നിന്ന് അടിച്ചേൽപ്പിക്കപ്പെടുന്ന തീവ്രവാദ വളർച്ചയാണ്. മുഹമ്മദ് യൂനസ് എന്ന പാകിസ്ഥാൻ ചീഫ് എക്സിക്യൂട്ടീവ്, അങ്ങേർക്ക് അരി വേണോ ഇന്ത്യയോട് ചോദിക്കും, കറന്റ് വേണോ ഇന്ത്യയോട് ചോദിക്കും, വെള്ളം വേണോ ഇന്ത്യയോട് ചോദിക്കും. അതുപോലെ എല്ലാം കൊടുക്കുന്നത് ഇന്ത്യയാണ്. അവിടെ ബലിമൃഗങ്ങളായി കൊല്ലാൻ കൊടുക്കപ്പെടുന്നതും ഹിന്ദുക്കളാണ്. ഇവിടുത്തെ CPM-ഓ കോൺഗ്രസോ അതുപോലുള്ള മുസ്ലിം ലീഗോ ഏതെങ്കിലും പാർട്ടികൾ പ്രതികരിച്ചോ? പ്രതികരണമൊന്നും ഉണ്ടായിട്ടില്ല. അത് കാണിക്കുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം ഇവിടുത്തെ വോട്ട് ബാങ്കിന്റെ കക്ഷികൾക്ക് ലോകത്ത് എവിടെയെങ്കിലും പ്രശ്നം വന്നാൽ മാത്രമേ അവർക്ക് പ്രശ്നം ഉണ്ടാകുന്നു എന്നുള്ളതാണ്. അതായത് ഹിന്ദു ഒരു വോട്ട് ബാങ്കായിട്ട് ഇപ്പോഴും മാറിയിട്ടില്ല എന്നർത്ഥം. മൗദൂദിയുടെ പുത്രന്മാരാണ് ഇപ്പോൾ ബംഗ്ലാദേശ് ഭരിക്കുന്നത്. അതേ മൗദൂദിയുടെ പുത്രന്മാർ തന്നെയാണ് ഇന്ത്യയിലുമുള്ള ജമാഅത്തെ ഇസ്ലാമി. അവർക്ക് ഒരു ഇസ്ലാമിക് സ്റ്റേറ്റ് ഉണ്ടാക്കണം. അതിന്റെ ആളുകൾ തന്നെയാണ് അടുപ്പ് കൂട്ടി ചർച്ച ചെയ്യുന്നതും ഹാദിയുടെ മയ്യത്തിനെ പറ്റി വലിയ ഘോഷണങ്ങൾ നടത്തുന്നതും. അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണ്? അടുത്ത തലമുറ ഉണ്ടാകണമെങ്കിൽ, നിലനിൽപ്പ് ഉണ്ടാകണമെങ്കിൽ ഇന്ത്യയിലും ഏറ്റവും പൗരാണികമായ തിരുപ്പുറം കുണ്ടത്തിൽ പോലും ദീപത്തൂണിൽ കാർത്തിക നാളിൽ വിളക്ക് വയ്ക്കാൻ ഹൈക്കോടതി ഓർഡർ ഉണ്ടായിട്ടും സാധിക്കാതിരിക്കുന്ന ഈ ഘട്ടത്തിൽ ഒരു ശക്തിയായി വളരുക, വിഘടിച്ചു നിൽക്കാതെ സംഘടിച്ച് ശക്തരാകുക. ആ സംഘടനാ ശക്തി ഉണ്ടെങ്കിൽ മാത്രമേ കേരളത്തിലായാലും ഭാരതത്തിലായാലും ഇനി പിടിച്ചു നിൽക്കാൻ പറ്റൂ എന്നുള്ള യാഥാർത്ഥ്യ ബോധ്യം ഉണ്ടാക്കുക. ശ്രീകൃഷ്ണനെ, അദ്ദേഹത്തിന്റെ ഗീതയെ നമ്മൾ അനുസരിക്കുക. അതല്ലാതെ വളരെ സോഫ്റ്റ് ആയിരിക്കുന്ന, എല്ലാവരും ഒരുപോലെ ശ്രദ്ധിച്ചാൽ മാത്രം നിലനിൽക്കുന്ന സിദ്ധാന്തങ്ങളെ വലിച്ചെറിയുക. ധർമ്മോ രക്ഷതി രക്ഷിത എന്നാണ് ആപ്തവാക്യം. അതായത് ധർമ്മത്തെ രക്ഷിക്കുന്നവരെ മാത്രമേ ധർമ്മം രക്ഷിക്കുകയുള്ളൂ എന്നാണ് പറയുന്നത്. അങ്ങനെ ധർമ്മത്തെ രക്ഷിക്കാൻ നമ്മൾക്ക് ആകുന്നില്ലെങ്കിൽ ആ ധർമ്മത്തിന് നമ്മളെയും രക്ഷിക്കാനാകില്ല എന്നുള്ള കാര്യം മനസ്സിലാക്കുക. അതുകൊണ്ട് ബംഗ്ലാദേശ് കേരളത്തിനും ഭാരതത്തിനും ഒരു വലിയ പാഠമാണ്. എന്ത് സംഭവിക്കുന്നു അങ്ങനെയുള്ള അവസരങ്ങളിൽ അത് ഇവിടെയും ആവർത്തിക്കപ്പെടാൻ വളരെയധികം സാധ്യതകൾ നിലനിൽക്കുന്നു. അങ്ങനെയാണ് കുട്ടികളെ പഠിപ്പിച്ചെടുക്കുന്നത്. മറ്റുള്ളവർ അങ്ങനെയൊന്നുമല്ല, മതേതരത്വമാണ് പഠിപ്പിക്കുന്നത്. മതേതരത്വം ഹിന്ദുവിന്റെ മാത്രം ബാധ്യതയാണത്രേ, മറ്റാർക്കും ആ ബാധ്യതയില്ല. അതിൽ നിന്നെല്ലാം മാറി കാര്യങ്ങൾ പച്ചയായി പറയാനും പ്രവർത്തിക്കാനും ഹിന്ദു തയ്യാറായില്ലെങ്കിൽ ഇന്നും നാളെയും മറ്റന്നാളും കൊണ്ട് ഹിന്ദു ഇല്ലാതാകും. അപ്പോഴാണ് സ്വാതന്ത്ര്യത്തെ കുറിച്ച് അവർക്ക് മനസ്സിലാകുക. ഇപ്പോൾ ഇതിനെതിരെ പറയുന്ന മതേതരവാദികളായി നടക്കുന്ന ബഹുഭൂരിപക്ഷം ഹിന്ദുക്കളും അന്ന് എന്താകും എന്ന് മനസ്സിലാക്കുക. ഗാന്ധിജി പറഞ്ഞതിന് ശേഷം 1921 ഖിലാഫത്ത് ഉണ്ടായപ്പോൾ ആർക്കാണ് വില കൊടുക്കേണ്ടി വന്നത്? എത്ര ആയിരം ഹിന്ദുക്കളെയാണ് വെട്ടിക്കൊന്നത്? എത്ര ആയിരം പേരാണ് മതം മാറ്റപ്പെട്ടത്? എത്ര ആയിരം സ്ത്രീകളാണ് ബലാത്സംഗം ചെയ്യപ്പെട്ടതും മതം മാറ്റപ്പെട്ടതും? ഇതൊക്കെ യാഥാർത്ഥ്യങ്ങളാണ്. അതിൽ ടാഗോർ പറഞ്ഞ കാര്യങ്ങളും അംബേദ്കർ പറഞ്ഞ കാര്യങ്ങളും നമ്മൾ ഇനിയും ഓർക്കുന്നില്ല. അതനുസരിച്ച് നമ്മൾ മാറാൻ തയ്യാറല്ല എങ്കിൽ ഒരുപാട് മുന്നറിയിപ്പുകൾ നമുക്ക് ലഭിക്കുന്നുണ്ട്. പക്ഷേ ഈ മുന്നറിയിപ്പുകളെ അവഗണിച്ച് നമ്മൾ മുന്നോട്ട് പോയാൽ അനിക് സ്പ്രേയുടെ പരസ്യം പോലെയായി പോകും നമ്മൾ ഇന്ത്യൻ ഭൂപടത്തിൽ. അതാണ് സെൻകുമാർ സാറിനെ പോലെയുള്ള ഒരുപാട് അനുഭവ സമ്പത്തുള്ള ഇവരുമായി ഇടകലർന്ന് ജീവിച്ച് പ്രവർത്തിച്ച്
ഇവരുടെ എല്ലാ ടെക്നോളജികളും മതപരമായിട്ടുള്ള അജണ്ടകൾ നടപ്പിലാക്കാൻ എങ്ങനെ ഉപയോഗിക്കുന്നു എന്ന് വ്യക്തമായി മനസ്സിലാക്കിയ ഒരു വ്യക്തിത്വമാണ് നമ്മുടെ സെൻകുമാർ സർ. വളരെ ഇരുളടഞ്ഞ ഒരു ഭാവിയാണ് നമുക്കുണ്ടാകുക എന്നോർക്കുക. അതുകൊണ്ട് മാറുക. സ്വാമി വിവേകാനന്ദനും സുഭാഷ് ചന്ദ്രബോസും എല്ലാം പറഞ്ഞ വഴിയിലേക്ക് വരിക. അതല്ലെങ്കിൽ നിലനിൽപ്പ് അപകടത്തിലായിരിക്കും. മാത്രമല്ല, മറ്റു രാജ്യങ്ങളിലെ അക്രമം പ്രവർത്തിച്ചിട്ട് അതിനിടയിൽ കൊല്ലപ്പെടുന്നവരെ വാഴിക്കുന്ന സ്വാതന്ത്ര്യം ഇന്ത്യയിലുള്ള ചില വിഭാഗങ്ങൾക്ക് കൊടുക്കേണ്ടതുണ്ടോ എന്ന് ചിന്തിക്കുക. ഇത് നമ്മൾ നിർത്തേണ്ടതാണ്. കാരണം സ്വാതന്ത്ര്യം ദുസ്വാതന്ത്ര്യമായി പോകരുത്. സ്വാതന്ത്ര്യം പരിമിതികൾക്ക് ഉള്ളിലാണ്, അല്ലാതെ എന്തും ചെയ്യാനും രാഷ്ട്രത്തെ ഇല്ലാതാക്കാനുമുള്ള സ്വാതന്ത്ര്യമല്ല എന്ന് മനസ്സിലാക്കുക. ഇത് ഹിന്ദുക്കൾ ആദ്യം മനസ്സിലായി ഒരു വോട്ട് ബാങ്കായിട്ട് മാറുക. ഇപ്പോൾ തന്നെ കേരളത്തിലെ ഇലക്ഷനിൽ നോക്കുക. ഞാൻ ആദ്യമേ ചൂണ്ടിക്കാണിച്ചതാണ്. എത്ര ശതമാനം വോട്ടാണ് BJP കിട്ടിയത്? എത്ര ശതമാനം ഹിന്ദുക്കളുള്ള ജില്ലകളിൽ എത്ര ശതമാനം വീതം വോട്ട് കിട്ടിയെന്ന് കൃത്യമായി കണക്കുണ്ട്. അപ്പോൾ ഹിന്ദുക്കൾക്ക് ഇതൊന്നും മനസ്സിലായി തുടങ്ങിയിട്ടില്ല എന്നാണ്. ഇത്രയും വന്നിട്ടും ഇവരാരും പഠിച്ചിട്ടില്ലെങ്കിൽ എന്തു ചെയ്യും? ഇതൊക്കെ തുറന്നു പറയുന്നത് കൊണ്ട് നമ്മളൊക്കെ എത്രയോ അപകടകരമായ ജീവിതമാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. സെൻകുമാർ സാറിന് തന്നെ എത്രയധികം ഭീഷണികളിലൂടെയാണ് അദ്ദേഹം പോകുന്നതെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ തുറന്നു പറഞ്ഞിട്ടും മനസ്സിലായിട്ടില്ല എന്നാണ് ഒരു വിഭാഗം ആളുകൾ ധരിക്കുന്നതെങ്കിൽ നിങ്ങളെ രക്ഷിക്കാൻ ആർക്കും പറ്റില്ല. മുസ്ലിങ്ങളെ എല്ലാ ഇടതനും വലതനും ഒക്കെ മാറി മാറി പിന്തുണയ്ക്കുന്നത് എന്തുകൊണ്ടാ? അവർക്ക് വോട്ട് ബാങ്ക് ഉള്ളത് കൊണ്ടാണ്. വോട്ട് ബാങ്ക് ഉള്ളത് കൊണ്ടാണ്. പക്ഷേ ഹിന്ദുക്കളെ സംബന്ധിച്ചിടത്തോളം അവർക്കതില്ല. അവരിപ്പോഴും 4, 3, 7 വിഭാഗങ്ങളായിട്ട് വിഘടിച്ച് നിൽക്കുകയാണ്. ഒന്നിക്കേണ്ടുന്ന സാഹചര്യം എത്രയോ അതിക്രമിച്ചിരിക്കുന്നു. എത്രയെത്ര മുന്നറിയിപ്പുകളാണ് നിങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. എന്റെ ജീവിതത്തിൽ അനുഭവം ഒരു മേധാവിത്വം ഉണ്ടെങ്കിൽ നമ്മുടെ അബ്ദുള്ളയുടെ ഒരു കോട്ടാണ് കേട്ടോ. മുൻ മൗദൂദിസ്റ്റാണ് ജമാഅത്തെ ഇസ്ലാമിക്കാരനായ അബ്ദുള്ള പറയുന്നത്. നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു കേട്ട് നോക്ക്, നിങ്ങൾക്ക് മനസ്സിലാകും ഞങ്ങൾ പറയുന്നത്. ഒരു മേധാവിത്വം ഉണ്ടെങ്കിൽ ആ മേധാവിത്വം ഉപയോഗിച്ചുകൊണ്ട് കുട്ടികളെ കൊണ്ട് കുത്തി ആളുകൾ വേദനിപ്പിക്കുകയും അവർക്കെതിരെ ഓരോരു കൽപ്പിക്കുകയും അവരെ പല തരത്തിൽ പീഡിപ്പിക്കുകയും ചെയ്യുന്നത് എന്റെ ജീവിതത്തിലെ അനുഭവം. എല്ലാ അർത്ഥത്തിലും എത്രത്തോളം എന്ന് പറഞ്ഞാൽ മാധ്യമ ദിനപത്രത്തിന്റെ പ്രചാരണം ശക്തിപ്പെടുത്താൻ വേണ്ടി വെക്കേഷൻ കാലത്ത് ഡിഗ്രി ഹോൾഡേഴ്സായ കുറച്ച് ആൾക്കാരോട് സേവനത്തിൽ പ്രതിഫലമൊന്നുമില്ലാതെ നിങ്ങൾ ഈ പത്രം പ്രചരിപ്പിക്കാൻ വേണ്ടി നിങ്ങളുടെ ഒഴിവുകാലം അവധികാലം ചെലവഴിക്കണം എന്ന് പറഞ്ഞ് അവരെ വിളിച്ചു. അതനുസരിച്ച് ജമാഅത്തുകാരനായ ആളുടെ മകൻ ആ വിളിക്ക് ഉത്തരം നൽകി അടച്ചു. അപ്പൊ അയാളോട് ചോദിച്ചു, നിന്റെ വാപ്പയുടെ ഏറ്റവും അടുത്ത കൂട്ടുകാരനായിരുന്നു? അപ്പൊ മറുപടി അബ്ദുള്ള എന്നെ പറ്റില്ല. മാധ്യമ പത്രം സൗജന്യമായി പ്രചരിപ്പിക്കാൻ വേണ്ടി വിളിച്ച ആൾക്ക് അയാളുടെ അയോഗ്യത, അയാളുടെ വാപ്പ ഞാനുമായി അടുത്ത രോഗ്യത്തിനാണ്, സ്നേഹത്തിനാണ്, പറ്റില്ല. നോക്ക്, ഇതെല്ലാം ഇപ്പൊ ഞാൻ വയത് മുഴുവനൊന്നും പറയുന്നില്ല. ഇത്രത്തോളമാണ് ഇവർക്ക് ഒരു മഹലിൽ മേധാവിത്വം ഉണ്ടെങ്കിൽ അവരുടെ ഏതോ തെറ്റായ കാരണത്താൽ പുറന്തള്ളിയവരോട് പെരുമാറുന്നത്. അപ്പോൾ ഷെയ്ഖ് മുഹമ്മദ് സാഹിബൊക്കെ സഹിഷ്ണുതയും സ്നേഹത്തിന്റെയൊക്കെ ഒക്കെ പറഞ്ഞതാ. പറയുന്നത് കേൾക്കുമ്പോൾ നമ്മളൊക്കെ പറയുന്ന മാതിരി നിന്നല്ല. അദ്ദേഹം സ്നേഹമായിട്ട് അവതരിക്കല, സഹിഷ്ണുതയായിട്ട് അവതരിക്കല. കണ്ടാ ഷെയ്ഖിന് കണ്ടായിപ്പോ സഹിഷ്ണുത വരുന്നു, അത്രത്തോളം അത്. പക്ഷെ പിന്നിലൂടെ കുത്തുന്നതിൽ ഒരു കുറവുമില്ല. അതായത് BK അബ്ദയെ ഗൾഫ് മാധ്യമത്തിന്റെ എഡിറ്ററാക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം ഇവിടെ നിന്ന് രാജിച്ചു. അതിന് ശരിക്കും ഊന്നിയത് ഗൾഫ് മാധ്യമം പിറക്കാൻ പോകുന്നു എന്ന സന്തോഷത്തിലല്ല. ഇവരുടെ മാധ്യമത്തിന്റെ എഡിറ്റർ സ്ഥാനത്ത് നിന്ന് BK അബ്ദ ഒഴിവാക്കപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് ഓടി കണ്ട് വന്നിട്ട് സന്തോഷം എനിക്കറിയേ നിറഞ്ഞ മേലാകൻ എന്റെ മേല്. ഇതാണ് മനസ്സ്. സ്വർഗത്തിലേക്ക് കടക്കുമ്പോ നമ്മുടെ മനസ്സിൽ മറ്റുള്ളവരോടുള്ള എല്ലാ കണ്ടുകൂടായ്മയുണ്ടല്ലോ, അതൊക്കെ നമ്മൾ മാറ്റി കുറയാനുണ്ട്. ജമാഅത്തെ ഇസ്ലാമിയിൽ എത്തിക്കഴിഞ്ഞാൽ അതിൽ ആ കുറച്ച് ആൾക്കാരോട് എന്തെങ്കിലും ഒരാളോട് നേതൃത്വത്തിൽപ്പെട്ട ആൾക്കാർ എന്തോ കാരണത്താൽ നടപടിയെടുത്താൽ പിന്നെ അയാളുടെ നേരെ സ്വീകരിക്കുന്ന സമീപനം ഒരു മനുഷ്യ. ഞാൻ പറഞ്ഞിട്ടുണ്ട് ഈ ഉദാഹരണം. സലാം
25 കൊല്ലം ഒന്നിച്ച് പ്രവർത്തിച്ച ഒരു വ്യക്തി, ഞാൻ പ്രസിഡന്റും അയാൾ സെക്രട്ടറിയും, അയാളോട് സലാം പറഞ്ഞ ഞാൻ ഒന്നും വേണ്ടാത്ത പറയാത്ത ഒരാളാ, അതെല്ലാവർക്കും മനസ്സിലാവും. അയാൾ സലാം അടക്കുന്നില്ല, 3 വട്ടം പറഞ്ഞു. ജമാഅത്തെ ഇസ്ലാമി മഹല്ലിലെ മേധാവിത്വം കിട്ടിയാൽ മനസ്സിലായോ എന്താ സംഭവിക്കുന്നത് എന്ന്? ജമാഅത്തെ ഇസ്ലാമിയുടെ ഫാസിസം എന്താണെന്ന് മനസ്സിലായോ? ഇവര് പിന്നിൽ നിന്ന് കുത്താൻ മിടുക്കന്മാരാണ് എന്ന് പറയുന്നത് മുൻ ജമാഅത്തെ ഇസ്ലാമി പ്രവർത്തകനും ഇപ്പോഴും ജമാഅത്തെ ഇസ്ലാമിയെ അങ്ങേയറ്റം താലോലിക്കുകയും ചെയ്യുന്ന വ്യക്തിയാണ്. ജമാഅത്തെ ഇസ്ലാമിയുടെ മാധ്യമമായിരുന്നാലും, ഇനി അതല്ല മുക്കാൽ മീഡിയ ആയിരുന്നാലും, ഇതൊക്കെ